അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാ നഴ്സുമാർക്കും അറിയാം. അപ്പം ഇന്നും ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ നഴ്സുമാർക്കും ഞാനിത് നേർന്നു കൊള്ളുന്നു. ഏതെങ്കിലും നഴ്സുമാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കോളേജിൽ നഴ്സസ് ഡേയുടെ ഒരു പരിപാടി ഇന്ന് കണ്ടക്ട് ചെയ്യുന്നില്ല, എല്ലാം 17-ാം തീയതി ആട്ടോ. 17-ാം തീയതി നല്ല അടിപൊളി നഴ്സസ് ഡേ പരിപാടി നമ്മുടെ കോളേജിൽ നടത്തുന്നുണ്ട്. അടിപൊളി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നഴ്സസ് ഡേ ആയിട്ട് നഴ്സുമാരെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവൂലേ? ഇല്ലേ? വിചാരിക്കുമോ? എന്തേലും ആവട്ടെ, ഞാൻ 2 വാക്ക് പറയാം, അത്ര തന്നെ ഇല്ലേ, കാര്യം കഴിഞ്ഞില്ലേ. നഴ്സുമാരെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ ചെയ്യാത്ത എന്ത് പണിയുള്ളേ? എല്ലാ പണികളും അവർ ചെയ്യും. തൂത്ത് തുടയ്ക്കാറില്ല എന്നേ ഉള്ളൂ, അതിന് വേറെ ആൾക്കാരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ലേ, അത് അവർ ചെയ്തോളും. പിന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല, അതിനല്ലേ ഡോക്ടർമാരുള്ളേ, അത് അവർ ചെയ്തോളും. ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് തീരെ ക്ഷമയില്ലാത്ത ആളും ഇനി ഒരാളുടെ സങ്കടം പറയുമ്പോൾ അത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളുമായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ വന്നതിന് ശേഷം ഫസ്റ്റ് എല്ലാം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആയപ്പോണ്ടല്ലോ അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതറിഞ്ഞ് പ്രവർത്തിക്കാനും ഞാൻ പഠിച്ചു കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ പ്രൊഫഷൻ കാരണമാണ് എൻ്റെ സ്വഭാവമേ മാറിയത്. കാരണം അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അത് സോൾവ് ചെയ്യാനും ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാനും ഞാൻ പഠിച്ചു.